ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കട്ട്ലേറ്റ് ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ സവാള, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഞാനിവിടെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് പൊട്ടാറ്റോ ഒന്ന് പുഴുങ്ങിയിട്ട് അത് നല്ലോണം സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു തവ എടുക്കുകയാണ്, നോൺ സ്റ്റിക്കിൻ്റെ. ആ തവയിലോട്ട് ഞാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓയിലൊന്ന് ചൂടായപ്പോഴേക്കും ഞാൻ അതിലോട്ട് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിനൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഞാൻ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പച്ചമുളക് വളരെ നേരിയതായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് കുറച്ചും കൂടെ ആവണം. ഇപ്പോൾ പക്ഷേ ആ ഒരു ഗ്ലാസ് ട്രാൻസ്പെറൻറ്റ് കളറായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്, പെട്ടെന്ന് തന്നെ കുക്കാവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഞാൻ പക്ഷേ പേസ്റ്റ് അല്ല, കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ പേസ്റ്റിനും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി വീട്ടിൽ ചതക്കണതിനും വ്യത്യാസമുള്ളതുകൊണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതാണ് ഇട്ടിരിക്കുന്നത്. ഇത് നല്ലോണം സോട്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് എരിവ് അനുസരണം ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇനി ഇതിലോട്ട് ഞാനിവിടെ മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്, അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് ഗരം മസാല അതേപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കാരണം എക്സ്ട്രാ ഞാൻ ആദ്യം കുറച്ച് മാത്രമാണ് ഇട്ടത്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ എന്തായാലും ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് ഇത്തിരിയും കൂടി ഇട്ടിട്ട് ഞാനതിലോട്ട് ആ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനൊന്ന് നല്ലോണം ഒന്ന് കുക്ക് ചെയ്യുമ്പോൾ അത് നല്ലോണം ആ ഒരു വെള്ളമൊക്കെ ഉള്ളതെല്ലാം ഒരിത്തിരി ഡ്രൈ ആയിട്ട്
കിട്ടുന്നവരെ നമുക്ക് നല്ലോണം അതിനെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിലോട്ട് സ്മാഷ് ചെയ്ത് വെച്ച പൊട്ടറ്റോ, അതായത് നമ്മുടെ കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്, ഉരുളക്കിഴങ്ങ്. ഞാനതിനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനത് ചൂടാറാനായിട്ട് വെക്കുകയാണ്. ചൂടാറിയതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഞാനതിനൊന്ന് നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഉപ്പോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എനിക്കെല്ലാം കറക്റ്റ് ആയതുകൊണ്ട് ഞാനതിൽ ഉണ്ട പിടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വെക്കാം. ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാനിവിടെ 2 മുട്ട നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ മുട്ടയിലിട്ടിട്ട് ഞാൻ അതിനെ ഒന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ എല്ലാം ചെയ്യാണ്. നല്ലോണം കോട്ട് ചെയ്യാം. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ട് അതൊന്ന് ചൂടായപ്പോഴേക്കും അതിലോട്ട് നല്ലോണം ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അധികം ഓയിൽ വേണ്ടെന്നുള്ളവരാണെങ്കിൽ ആവശ്യത്തിന് മാത്രം ഓയിൽ എടുക്കുക. ഇനി ആ ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതിലോട്ട് ഇതിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഓയിൽ ചൂടായപ്പോൾ ഞാൻ കട്ട്ലറ്റ് പീസ് ഇട്ട് കൊടുക്കുകയാണ്. അവർ കട്ട്ലറ്റ് പീസ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇടുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറിക്കുമ്പോൾ അത് പൊട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊന്ന് 2 മിനിറ്റിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മറിച്ച് തിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗോൾഡൻ ബ്രൗൺ ആണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കുക്കായി കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി നമ്മളിതിൽ പ്ലേറ്റിലോട്ട് മാറ്റുമ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് ടിഷ്യൂ ഇട്ടിട്ട് അതിലോട്ടാണ് ഞാനിതെടുത്ത് മാറ്റുന്നത്. അതിനുശേഷം അങ്ങനെ ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് പ്ലേറ്റിൽ വെച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പം നമുക്കിനി ഇതിനെ പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.